ഗായ്സ്, ഇങ്ങനെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ക്ലീൻ ഷേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ആര് പറഞ്ഞ പോലെ ചാച്ചൻ പറ്റി വെച്ചതാ. ഞാൻ പെറ്റുവെച്ചു. നിങ്ങളത് പറഞ്ഞല്ലോ ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാണ്ടിരിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞ പക്ഷെ മക്കള് പറഞ്ഞൊരു സാവകാശം വേണം. മക്കള് വന്നു. ബാക്കി കുറച്ച് സർപ്രൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം വൈകിയത്. അപ്പൊ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ക്ലീൻ ഷേവ് ചെയ്ത് ഞാനാന്നുള്ളത്. ദണ്ണേ, ഇതാരാ? ഏത് മോനെ? ഇതാരാ? പപ്പയല്ലേ? പപ്പ ഷേവ് ചെയ്ത് എങ്ങനെയല്ലേ? പപ്പ താടി ഉണ്ടായി എങ്ങനെയാ? ഇങ്ങനെ ഷേവ് ചെയ്താലോ? പപ്പ ഷേവ് ചെയ്തോ കൊള്ളാമോ? പപ്പ ഷേവ് ചെയ്തേ? ഏത് മോനെ? പൊന്നിന് പപ്പ താടി ഉള്ളതാണ് ഇല്ലാത്തതാണ് ഇഷ്ടം? ഉള്ളത്. അപ്പൊ കുഴപ്പമില്ല, പപ്പയ്ക്ക് 2 ദിവസം പിന്നെയും വരും. ഡോണുവിന് പപ്പയ്ക്ക് താടി ഉള്ളതോ ഇഷ്ടം താടി ഇല്ലാത്തതോ? അവിടെ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ബെറ്റ് വെച്ച് നമ്മൾ പാലിക്കാൻ പോണു. പിള്ളേര് വന്നു. പിന്നെ താടി മീശയും പഠിച്ചിട്ട് ഒരു വരയാൻ വരും. ഓക്കെ, കല്ലി വലി കാര്യം എനിക്കറിയാം. അണ്ണാൻ ചപ്പി പോലെ ഇരിക്കും. പക്ഷെ പറഞ്ഞാണ് ഗായ്സ്, പഠിച്ചിട്ട് വരാം. ബൈ. ഇങ്ങനെ താടി മീശയോട് പോവാണ്. 2022 ക്ലീൻ ഷേവ് ചെയ്തതാണ്. പിന്നെ ഇപ്പോഴേ ചെയ്യാൻ പോന്നു. സാരല്ല, താടിയല്ലേ, 2 ദിവസം കൊണ്ട് വരും. അല്ലെങ്കിൽ വള്ളി. പണ്ട് ഇതുപോലെ 2020 CSK ഫൈനലിന് പറ്റി വെച്ചാട്ടോ. അന്ന് ഇതുപോലെ താടി മീശൻ പോയി. അതിനുശേഷം ഇതുവരെ CSK പറ്റി വെച്ചില്ല. താടി മീശൻ കളഞ്ഞ പറ്റി വെച്ചില്ല. ബെറ്റ് എപ്പോഴും വയ്ക്കാറുണ്ട്. IPL ഉണ്ടെങ്കിലും എന്ത് കളിലും പറ്റി വയ്ക്കും. അന്ന് LDFന്റെ UDFന്റെ പറ്റി വെച്ചിട്ട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അതേപോലെ ബെറ്റ് വയ്ക്കലുണ്ട്. പക്ഷെ അർജന്റീനയായിട്ട് ബെറ്റ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ തോക്കുന്നത്. ഫൈനലിൽ ഇങ്ങനെ എത്ര തോക്കുന്നു താടി മീശൻ പോകുന്നു. ഇത് നമ്മൾ പണ്ട് പറയില്ലേ, ഭാര്യമാരുടെ വാക്ക് കേൾക്കണമെന്ന്. ഭാര്യ ആ സമയത്ത് പറഞ്ഞതാണ് വെക്കണ്ടെന്ന്. പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചു, 80-ാം മിനിറ്റിൽ മെസ്സി മിശിക്കാവൂന്ന് വിചാരിച്ചു. പക്ഷെ മിശിക്ക് പന്ത് കൊടുക്കണ്ടായില്ല. തോറ്റ് തുന്നം പാടിപ്പോയി. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കും. പിള്ളേർ വരാനുള്ള അവകാശം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഷേവ് ചെയ്യണം. കുറേ നാളായി മൂക്കിൻ്റെ അകത്തൊക്കെ രോമം വന്നിരിക്കണം. അപ്പോൾ അത് കളയാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തു, ഒന്ന് ഫേഷ്യൽ ചെയ്തു. താടിയുള്ളപ്പോൾ ഇതൊന്നും ചെയ്യാറില്ല. എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് നിങ്ങൾ കാണാൻ പോണത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിലേക്ക് പോണത്. വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയുടെ മക്കളുടെ റിയാക്ഷൻ നോക്കാം എന്താവുന്നുള്ളത്. നമ്മൾ പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടുണ്ട്. ഇനി ചെക്കന്മാരെ എക്സ്പ്രഷൻ പോയി നോക്കുന്നുണ്ട്. ഓക്കെ, നല്ല സ്വന്തനായിട്ടുണ്ട്. ഓരോ ബെറ്റ് വെച്ച് വന്നേക്കുന്നു. കല്ലി വല്ലി നമുക്ക് താടി മീശൻ പോയി 2 ദിവസം കൊണ്ടുവരുന്നു. എനിക്കിതൊന്നും കാണാൻ വയ്യ തമ്പുരാനെ. മരുന്തി ഗൈസ്, നമുക്ക് നമ്മുടെ ചെക്കന്മാരുടെ റിയാക്ഷൻ നോക്കാം. ഇന്ത്യയെ എന്തെങ്ങനെ നോക്കണേ? പപ്പന് അരവിന്ദ ചെക്കാൻ നിങ്ങളല്ലോ. എടാ പപ്പയാന്ന്. പപ്പയാണ് പോന്നെ പപ്പയാ. സീനായി ഗൈസ്, കണ്ട ഇതുകൊണ്ടാണ് ഞാൻ പഠിക്കാണ്ടിരുന്നത്. ഏത് മോനെ, നിനക്ക് പപ്പനെ മനസ്സിലായില്ലേ? കണ്ടാ പപ്പയാന്ന്. അടുത്തേക്ക് വരണ്ടാന്ന്. എടാ പപ്പേടാ, എടാ പപ്പയാ നിന്റെ. ബാ, എടാ പപ്പേടാ. ദേ പപ്പയുടെ താടി പോയി. കണ്ട പപ്പ പഠിച്ചു കളഞ്ഞു. എടാ പപ്പയാ നിന്റെ. ദേ നോക്ക്, ഇത് പപ്പയാണ് പൊന്നിയുടെ പപ്പ. മാല പപ്പയുടെ മാല ബസ്സിൽ നോക്ക്. പൊന്നിന്റെ പപ്പേടാ. കൈവിട്ടു ബുദ്ധിമുട്ടാണ്. പൊന്നിന്റെ പപ്പയാണ്. എടാ പപ്പേടാ അല്ലാതൊന്നും പറഞ്ഞേക്കല്ല. ഞാൻ പറഞ്ഞില്ലേ തണ്ടല്ലാന്ന് പറയും. പൊന്നിന്റെ പപ്പയത് കണ്ട. എടാ പപ്പേടാ. ഓനെ അരവിന്ദ
എടാ അപ്പേടാ ഒരു ബെറ്റും വെച്ച് കൊച്ചിനെ പേടിപ്പിച്ച്. ഞാൻ എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചു. മക്കളോ വന്നിട്ട് ഞാൻ പഠിക്കുള്ളൂ, മക്കളോട് ഞാൻ പഠിച്ചു. അങ്ങോട്ട് പോവാ, Okay. അങ്ങോട്ട് പോവാ. എന്റെ ചെക്കനൊരു താടി പഠിച്ചപ്പോ ചെറിയ ട്രോമയിലേക്ക് പോയിരുന്നു ചെക്കൻ. ഇല്ല ഇല്ല, പൊന്നിന്റെ പാപ്പയുടെ അത്. ഈശോ വീഡിയോ വീഡിയോ ഞാൻ ഒന്ന് സോൾവ് ചെയ്യട്ടെ. അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ. അങ്ങോട്ട് കൂരുവാ അമ്മാട് ഗൈസ്. ഇടത്തെ സൈഡിൽ ഈ കാക്കപ്പുള്ളി പോലെ വന്ന അച്ചു, ഇവനാണ് അപ്പു. നിങ്ങക്ക് മാറിപ്പോകരുത് ഗൈസ്. അപ്പൊ കിരുമാനെ എന്നിട്ട് ഓടി ചെന്ന് കൊടുക്ക്. ഡണ്ണവാ. ചെല്ല്. ഡണ്ണ ഷോക്കിലാണ്, സ്റ്റിൽ ഷോക്കിലാണ്. ബാ ചെല്ല്. ഇങ്ങോട്ട് ചെല്ല്. സൈക്കിൾ വേണോ? ബാ ചെല്ല്. ഓടിയാ. ഓക്കെ ഗായ്സ്, അങ്ങനെ എന്റെ ഡണ്ണയും സെറ്റ് ആയിരിക്കുകയാണ്. അത് പപ്പെടുത്ത. അയ്യോ അവിടെ നിക്ക് വെച്ചേര് വാ. ചെല്ല്. അവിടെ കൊടുക്ക്. സൈക്കിളാണോ? ചെല്ല്, ചെല്ല്. ഓടിയാ അവിടെ നിക്ക് വെക്ക്. ഓടിയാ. ഡണ്ണ സെറ്റ് ആയി ഗൈസ്. അപ്പൊ മാട്ട് എന്നെ പൊന്നാണ്.